കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ആ അവസാന ഭാഗമൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യജ്ഞവേദികളിൽ കത്തിജ്വലിക്കുന്ന അഗ്നികളെ പോലെ സ്വർണപീഠങ്ങളിൽ ആസനസ്ഥരായിരിക്കുന്ന ആ മുനിമാർ ഭഗവാൻ ശ്രീ പരമേശ്വരന് മുന്നേ ജനിച്ചവരാകയാൽ അതനുസരിച്ചുള്ള ഭക്തിയും വിനയവും സന്തോഷവും പ്രകടമാക്കിക്കൊണ്ട് ചക്രവർത്തി പറഞ്ഞു: സകല പ്രകാരങ്ങളിലുമുള്ള മംഗളങ്ങളുടെയും ആസ്ഥാനമായുള്ള മഹാത്മാക്കളെ, ഭവാന്മാരുടെ ദർശനം സിദ്ധിക്കത്തക്കവണ്ണം ഏതൊരു വിധത്തിലുള്ള സത്കർമ്മമാണ് ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്യാശ്ചര്യം. കാരണം യോഗികൾക്കു പോലും ലഭ്യമല്ലാത്ത ഭവാന്മാരുടെ ദർശനം എനിക്ക് ലഭിച്ചുവല്ലോ. അതെൻ്റെ ജന്മാന്തര പുണ്യം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഏതൊരുവരുടെ നേരെ ഭവാന്മാരെ പോലെയുള്ള ബ്രഹ്മജ്ഞന്മാരായ വിപ്രവര്യന്മാരും ശ്രീപരമേശ്വരനും ശ്രീ മഹാവിഷ്ണുവും അവരുടെ അനുചരന്മാരോടൊപ്പം പ്രസാദിക്കുന്നുവോ, അവർ ഈ ലോകത്തിലും പരലോകത്തിലും അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ലഭ്യമല്ലാത്ത എന്ത് ശ്രേയസ്സാണ് ഉള്ളത്. മറ്റൊരു കാര്യം ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർ ആരുടെയും ദർശനത്തിനായി പ്രത്യേകം പരിപാടി ചാർട്ടർ ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവയർനെസ്സോടുകൂടി ഭഗവത് ഭക്തിയോടുകൂടി സ്വധർമ്മനിരതരായി മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തെ ധന്യമാക്കത്തക്ക വിധത്തിലുള്ളവരുടെ ദർശനം താനേ ഉണ്ടായിക്കൊള്ളും. അറിവുകളും താനേ എത്തിച്ചേർന്നുകൊള്ളും. ഒന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. ആകെ ചെയ്യേണ്ടത് എന്താ? ഭഗവത് ഭക്തിയോടുകൂടി സ്വധർമ്മനിരതരാവുക. അവയർനെസ്സോടുകൂടി ഓരോരുത്തരും ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുക. കാരണം അവയർനെസ് ആണ് ഈശ്വരൻ. ആ അവയർനെസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തിയോടുകൂടി സദാ പ്രവർത്തന നിരതരാവുക. അപ്പോൾ ആവശ്യമാണെങ്കിൽ സനകാദികൾ പോലും ദർശനം തരും. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ചക്രവർത്തി പറയുകയാണ്, സകല പ്രകാരത്തിലുമുള്ള മംഗളങ്ങളുടെയും ആസ്ഥാനമായുള്ള മഹാത്മാക്കളെ, ഈശ്വരനെ അറിഞ്ഞവർ സകലവിധങ്ങളായ മംഗളങ്ങളുടെയും ആസ്ഥാനമാണ്. അവർ മംഗളസ്വരൂപികളാണ്. അവരെ കണ്ടാൽ തന്നെ മംഗളം ഉണ്ടാവും. ഭവാന്മാരുടെ ദർശനം സിദ്ധിക്കത്തക്കവണ്ണം ഏതൊരു വിധത്തിലുള്ള സത്കർമ്മമാണ് ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം വിനയാന്വിതനാവുകയാണ്. ഇവരുടെ സാമീപ്യം അദ്ദേഹത്തിൻ്റെ അഹംഭാവത്തിൻ്റെ അല്പത്വത്തെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അദ്ദേഹം അത് പ്രകടമാക്കുകയാണ്. ഭവാന്മാരെ ദർശിക്കത്തക്ക വിധത്തിലുള്ള എന്തു പുണ്യകർമ്മമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാശ്ചര്യം. കാരണം നേരത്തെ അറിയിച്ചിട്ട് വന്നതല്ല, അത്ഭുതമാണ്. ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മുൻ നിശ്ചയവുമില്ലാതെ സംഭവിക്കുന്നതാണ് ഇതെല്ലാം. ഇതൊന്നും പ്ലാൻഡ് അല്ല, ഇതെല്ലാം താനെ സംഭവിക്കുന്നതാണ്. ജീവിതം മുഴുവനും അങ്ങനെ തന്നെയാണ്. അൺപ്ലാൻഡ് ആണ് സത്യത്തിൽ ഓരോരുത്തരുടെയും ജീവിതം. എത്ര പ്ലാൻ ചെയ്താലും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടത്തക്ക വിധത്തിൽ അപ്രതീക്ഷിതമായുള്ള മംഗളങ്ങളുടെ ഇരിപ്പിടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവബോധത്തോടുകൂടി ജീവിച്ചാൽ മതി. ഭവാന്മാരുടെ ദർശനം സിദ്ധിക്കത്തക്ക വണ്ണം ഏതൊരു വിധത്തിലുള്ള സത്കർമ്മമാണ് ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത്യാശ്ചര്യം. കാരണം യോഗികൾക്കു പോലും ലഭ്യമല്ലാത്ത ഭവാന്മാരുടെ ദർശനം എനിക്ക് ലഭിച്ചുവല്ലോ. യോഗികൾക്കു പോലും സനകാദികളുടെ ദർശനം അത്ര എളുപ്പമല്ല. ആ സനകാദികള് ക്ഷണിക്കാതെ വിളിച്ചു പറയാതെ പൃഥു മഹാരാജാവിൻ്റെ ജീവിതത്തിലേക്ക് ആവിർഭവിക്കുകയാണ്. അത് അത്യാശ്ചര്യമല്ലാതെ മറ്റെന്താ? അത്യാശ്ചര്യം. യോഗികൾക്ക് പോലും ലഭ്യമല്ലാത്ത ഭവാന്മാരുടെ ദർശനം എനിക്ക് ലഭിച്ചുവല്ലോ. അതെൻ്റെ ജന്മാന്തര പുണ്യം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്ന അല്പനായ ഈ ഇട്ടാവട്ടത്തിൽ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല, ഏതൊക്കെയോ ആരുടെയൊക്കെയോ ഒരു പുണ്യം കൊണ്ടാണ് എനിക്കത് സാധിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഏതൊരുവരുടെ നേരെ
ഭവാന്മാരെ പോലെയുള്ള ബ്രഹ്മജ്ഞന്മാരായ വിപ്രവര്യന്മാരും ശ്രീപരമേശ്വരനും ശ്രീ മഹാവിഷ്ണുവും അവരുടെ അനുചാരന്മാരോടൊപ്പം പ്രസാദിക്കുന്നുവോ? ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മംഗളകരമായിട്ടുള്ളവരുടെ സാന്നിധ്യം ഏതൊരാളുടെ ജീവിതത്തിലാണോ ഉണ്ടാകുന്നത്, അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ലഭ്യമല്ലാത്ത എന്ത് ശ്രേയസ്സാണ് ഉള്ളത്? ഇതിൽ പരമൊരു ശ്രേയസ് വേറെ ഇല്ല. ബാക്കിയെല്ലാം ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ എന്താണ് ലഭിക്കാത്തതായിട്ടുള്ളത്? ഇപ്പം ഇവരെയൊക്കെ കാണാൻ, സനകാദികളെ കാണാൻ അപ്പോയിൻമെന്റ് എടുത്ത് പോയാലും കാണാൻ സാധിക്കുകയില്ല, അപ്പോയിൻമെന്റേ കിട്ടുകയല്ല. യോഗികൾക്ക് പോലും സുലഭമല്ല സനകാദികളുടെ ദർശനം. ആ സനകാദികള് വിളിച്ചു പറയാതെ, ക്ഷണിക്കപ്പെടാതെ, അപ്രതീക്ഷിതമായിട്ട് പൃഥു മഹാരാജാവിന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അത്യാശ്ചര്യം എന്നല്ലാണ്ട് എന്തു പറയാനാണ്? ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത്? അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ലഭ്യമല്ലാത്ത എന്ത് ശ്രേയസ്സാണ് ഉള്ളത്? ഭവാന്മാർ ലോകസേവാർത്ഥം എല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണെങ്കിലും ഭവാന്മാരുടെ ശക്തിയും തേജസ്സും എത്രത്തോളം ഉണ്ടെന്ന് ലോകവാസികൾക്ക് അറിഞ്ഞുകൂടാ. സർവദൃക്കായ പരമാത്മാവിനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികാരണക്കാരായ ദേവന്മാർക്കു പോലും ശരിക്കും അറിയുവാൻ കഴിയാത്തതുപോലാണിത്. ഭവാന്മാർ ലോകസേവാർത്ഥം എല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണെങ്കിലും ഈ സനകാദികള് ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടി, പരിപാവനമാക്കുന്നതിന് വേണ്ടി, ലോകരുടെ സേവ സ്വീകരിക്കുന്നതിന് വേണ്ടിയും ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടിയും ഇവര് എല്ലായിടത്തും സഞ്ചരിക്കുന്നവരാ. എല്ലായിടത്തും ഇവരുണ്ടാവും. പക്ഷേ ഭവാന്മാരുടെ ശക്തിയും തേജസ്സും എത്രത്തോളം ഉണ്ടെന്ന് ലോകവാസികൾക്ക് അറിഞ്ഞുകൂടാ. കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വജ്രത്തെ കണ്ടാൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വജ്രവ്യാപാരിയായിരിക്കണം, അല്ലെങ്കിൽ വജ്രങ്ങളെ ഡീൽ ചെയ്യുന്ന ആളായിരിക്കണം. അല്ലാത്തവർക്ക് അത് കണ്ടാൽ ഒരു കഷ്ണം കുപ്പിച്ചില്ലാണെന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ ഈ സനകാദികള് നമ്മുടെ ഇടയിലെല്ലാം സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ കണ്ടാൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അവരില്ല എന്നുള്ളതിൻ്റെ തെളിവല്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നാം സനകാദികളെ കണ്ടിട്ടുണ്ടാകാം, തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. കാരണം അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയകളിലൊന്നും അക്കൗണ്ടുകൾ ഇല്ല. അവർ അവരുടെ കാഹളധ്വനി മുഴക്കാറില്ല. അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് ശീലിച്ച നമുക്ക് അവരെ ഒരു പക്ഷെ കണ്ടാൽ തിരിച്ചറിയുവാൻ സാധിച്ചു എന്നും വരില്ല. ഭവാന്മാർ ലോകസേവാർത്ഥം എല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണെങ്കിലും ഭവാന്മാരുടെ ശക്തിയും തേജസ്സും എത്രത്തോളം ഉണ്ടെന്ന് ലോകവാസികൾക്ക് അറിഞ്ഞുകൂടാ. ഏതുപോലെ സർവദൃക്കായ പരമാത്മാവിനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് കാരണക്കാരായ ദേവന്മാർക്ക് പോലും ശരിക്കും അറിയാൻ കഴിയാത്തതുപോലാണിത്. സർവദൃക്കായ പരമാത്മാവിനെ, എല്ലാം കാണുന്ന പരമാത്മാവ്, പരപ്രമാതാവ് എന്ന് തന്ത്രശാസ്ത്രത്തിൽ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ളതിനെ വിളിക്കും. പരപ്രമാതാവ്, പരഭൈരവൻ, പരശിവൻ എന്നൊക്കെ വിളിക്കും, പരബ്രഹ്മം എന്നും പറയും. അങ്ങനെ സർവദൃക്കായ പരമാത്മാവ് എല്ലാത്തിനെയും അദ്ദേഹം കാണുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സൃഷ്ടിക്ക് കാരണക്കാരായിട്ടുള്ള ദേവന്മാർക്ക് പോലും, സൃഷ്ടിക്ക് കാരണക്കാരായിട്ടുള്ളത് ദേവന്മാരാണ്, ആ ദേവന്മാർക്ക് പോലും ശരിക്കും അറിയുവാൻ കഴിയാത്തതുപോലെയാണത്. ദേവന്മാര് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നുവെങ്കിൽ അപ്പൊ ആ സൃഷ്ടികളെയൊക്കെ കാണുന്നത് ദേവന്മാരാണ്. പക്ഷെ ആ ദേവന്മാരെ പോലും കാണുന്ന പരപ്രമാതാവായ പരമമായതിനെ തിരിച്ചറിയുവാൻ ഈ ദേവന്മാർക്ക് സാധിക്കുന്നില്ല. ദേവന്മാരെന്നുള്ള വാക്കിന് ഇന്ദ്രിയങ്ങളെന്ന് അർത്ഥമെടുത്താൽ ഇന്ദ്രിയാർത്ഥമായിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ണിന് കാണാൻ വേണ്ടി രൂപങ്ങളും, കാതിന് കേൾക്കാൻ വേണ്ടി ശബ്ദങ്ങളും, മൂക്കിന് മണക്കാൻ വേണ്ടി മണങ്ങളും, നാക്കിന് രുചിക്കാൻ വേണ്ടി രുചികളും, ത്വക്കിന് സ്പർശിച്ചറിയുവാൻ വേണ്ടി സ്പർശന സുഖമുള്ളതും സ്പർശന അവസ്ഥയിലുള്ളതും. ഇത് ഇന്ദ്രിയങ്ങൾ ആണ് ഇവയെ സൃഷ്ടിക്കുന്നത്.
അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ദേവതകളാണ്. ഓരോ ഇന്ദ്രിയത്തിനും ഓരോ ദേവന്മാർ. ആ ദേവന്മാരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് ആ ദേവന്മാരാണ്. ആ ദേവന്മാരെ അറിയുന്ന പരമമായ അറിവിനെ അറിയുവാൻ അവർക്ക് കഴിയാത്തതുപോലെ ആണ് സനകാദികളെ തിരിച്ചറിയുവാൻ ലോകവാസികൾക്ക് സാധിക്കാതെ പോകുന്നത്. ഏതൊരുവരുടെ ഗൃഹങ്ങളിൽ ഭവാന്മാരെ പോലെ സംപൂജ്യരായ മഹാത്മാക്കൾ പ്രവേശിക്കുകയും അവിടുത്തെ ജലത്തെ ദേഹശുദ്ധിക്കും പുല്ലുകൊണ്ടുണ്ടാക്കിയ ആസനത്തെ ഇരിക്കുന്നതിനും നിലത്തെ സ്പർശിക്കുന്നതിനും ഗൃഹനാഥനോടും മറ്റുള്ളവരോടും സംസാരിക്കുന്നതിനും ഇടവരുന്നുവോ, ഗൃഹസ്ഥാശ്രമികളായ അവർ നിസ്വരാണെങ്കിലും കൃതാർത്ഥരും സത്തുക്കളും ആയിത്തീരുന്നു. ഏതൊരുവരുടെ ഗൃഹങ്ങളിൽ ഭവാന്മാരെ പോലെ സംപൂജ്യരായ മഹാത്മാക്കൾ പ്രവേശിക്കുകയും, ഇപ്പം ഈ സനകാദികളെ പോലെയുള്ള മഹാത്മാക്കൾക്ക് ഏതൊരാളുടെ ഗൃഹത്തിലേക്കും പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ധനികരാകാം, ദരിദ്രരാകാം, പണ്ഡിതരാകാം, പാമരരാകാം, അതൊന്നും ഇവിടെ വിഷയമല്ല. ഏതൊരാളുടെ ഗൃഹത്തിലേക്കും അവർക്ക് വന്ന് ചേരാം. ഏതൊരാളുടെ ജീവിതത്തിലേക്കും അവർക്ക് ക്ഷണിക്കപ്പെടാതെ വിളിച്ചു പറയാതെ കടന്നു വരാം. ഏതൊരുവരുടെ ഗൃഹങ്ങളിൽ ഭവാന്മാരെ പോലെ സംപൂജ്യരായ മഹാത്മാക്കൾ പ്രവേശിക്കുകയും അവിടുത്തെ ജലം ദേഹശുദ്ധിക്കും പുല്ലുകൊണ്ടുണ്ടാക്കിയ ആസനത്തെ ഇരിക്കുന്നതിനും നിലത്തെ സ്പർശിക്കുന്നതിനും ഗൃഹനാഥനോടും മറ്റുള്ളവരോടും സംസാരിക്കുന്നതിനും ഇടവരുന്നുവോ, ഗൃഹസ്ഥാശ്രമികളായ അവർ നിസ്വരാണെങ്കിലും ഒന്നുമില്ലാത്തവരാണെങ്കിലും കൃതാർത്ഥരും സത്തുക്കളും ആയിത്തീരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള മഹാത്മാക്കള് ആരുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അങ്ങനെ കടന്നു വന്നാൽ അവർ ദേഹശുദ്ധിക്ക് ഉപയോഗിക്കുന്ന ജലം, ആ വീട്ടിലെ ജലമായിരിക്കും, ആ ജലം ശുദ്ധമായി. അവർ ഇരിക്കാൻ പുല്ലുകൊണ്ടുണ്ടാക്കിയ ആസനമാണ് കുശപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ ആസനത്തിലാണ് അവർ ഇരിക്കുക. അപ്പൊ അവർക്ക് കൊടുക്കാൻ ആ വീട്ടിലെ പുല്ല് വെട്ടിയിട്ട് പുല്ലുകൊണ്ട് ഇരിപ്പിടുണ്ടാക്കി കൊടുത്തു. അവിടുത്തെ സസ്യലതാദികൾ പുണ്യമായി. അവര് ആ ഭൂമിയിൽ ചവിട്ടിയാണ് നടക്കുക. അവിടുത്തെ ഭൂമി പവിത്രമായി, ജലം പവിത്രമായി, സസ്യലതാദികൾ പവിത്രമായി. ഗൃഹനാഥനോടും മറ്റുള്ളവരോടും സംസാരിക്കും, കുശലാന്വേഷണം നടത്തും. അപ്പോൾ ഇവരാരോടാണോ സംസാരിക്കുന്നത് അവരുടെയൊക്കെ ജീവിതം പവിത്രമായി. മറ്റുള്ളവരോടും സംസാരിക്കുന്നതിനും ഇടവരുന്നുവോ, ഗൃഹസ്ഥാശ്രമികളായ അവർ, അങ്ങനെയുള്ളവർ, അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ മഹാത്മാക്കളാൽ പരിശുദ്ധമാക്കപ്പെടുന്ന അവർ നിസ്വരാണെങ്കിലും ഒന്നുമില്ലാത്തവരാണെങ്കിലും, ഭൗതികമായിട്ട് മാത്രമല്ല ആധ്യാത്മികമായിട്ടും ഒന്നുമില്ലാത്തവരാണെങ്കിലും അവർ കൃതാർത്ഥരും സത്തുക്കളുമായി എത്തിയിരുന്നു. അവർ സംതൃപ്തരും ബീയിങ്നെസ് ഉള്ളവരും ആയി തീരുന്നു. തീർത്ഥപാദനായ ശ്രീഹരിയുടെ പാദപങ്കജങ്ങളെ സർവതാ സമാശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരെ പോലെയുള്ള മഹാപുരുഷന്മാരുടെ കാൽ കഴുകിയ തീർത്ഥജലത്തിന്റെ സ്പർശമേൽക്കാത്തവരുടെ ഭവനങ്ങൾ സമ്പദ് സമൃദ്ധമാണെന്ന് വരികിലും അവ ക്രൂര സർപ്പങ്ങൾ വസിക്കുന്ന വൃക്ഷങ്ങൾക്ക് സമാനമാകുന്നു. തീർത്ഥപാദനായ ശ്രീഹരിയുടെ പാദപങ്കജങ്ങളെ, തീർത്ഥപാദൻ, അദ്ദേഹം ഏത് ജലത്തിലാണോ തൊടുന്നത്, ഈ അദ്ദേഹത്തിന്റെ പാദത്തെ തഴുകി വരുന്നത് ഏത് ജലമാണെങ്കിലും അത് തീർത്ഥമായി തീരും. അതാണ് ശ്രീഹരിയുടെ പാദപത്മങ്ങളുടെ മാഹാത്മ്യം. ഗംഗയുടെ മാഹാത്മ്യവും അത്. ഗംഗയെ ഗംഗയാക്കുന്നത് ശ്രീഹരിയുടെ പാദപത്മങ്ങളെ അത് തഴുകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശ്രീഹരിയുടെ പാദപത്മങ്ങളെ തഴുകി ശ്രീപരമേശ്വരന്റെ ജടാമകുടത്തിൽ ഇറങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഗംഗയുടെ മാഹാത്മ്യം. ശ്രീഹരിയുടെ പാദപത്മങ്ങൾ എന്ന് പറയുന്നത് തീർത്ഥപാദങ്ങളാണ്. അത് ഏത് ജലത്തെ തൊടുന്നുവോ അതിനെ പുണ്യമാക്കും. അതുകൊണ്ട് പൂജിച്ചു കഴിഞ്ഞാൽ ഭഗവത് പാദാരവിന്ദങ്ങളിൽ അർച്ചിച്ചു കഴിഞ്ഞ ജലം തീർത്ഥമാകുന്നത് അങ്ങനെയാണ്. അത് തീർത്ഥം ആയിത്തീരും. തീർത്ഥപാദനായ ശ്രീഹരിയുടെ
പാദപങ്കജങ്ങളെ സർവദാ സമാശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരെ പോലെയുള്ള മഹാപുരുഷന്മാർ. ശ്രീഹരിയുടെ പാദപങ്കജങ്ങളെ സദാ സമാശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ പ്രത്യേകത എന്താ? അത് തീർത്ഥമാക്കി തീർക്കും. അപ്പൊ ജീവിതമാകുന്ന ജലത്തെ പവിത്രീകരിക്കും ശ്രീഹരിയുടെ പാദാരവിന്ദ സ്മരണ. ഏതൊരാളാണോ ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളെ സദാ സ്മരിക്കുന്നത്, ആ ആളുടെ ജീവിതം തീർത്ഥസമാനമാണ്, പവിത്രമാണ്. ആ ആളുമായിട്ട് കണ്ടുമുട്ടുന്നവർ അവരാണ് ആ ജലജീവിതമാകുന്ന നദിയിലെ ജലസ്നാനം നടത്തുന്നവർ. തീർത്ഥപാദനായ ശ്രീഹരിയുടെ പാദപങ്കജങ്ങളെ സദാ സമാശ്രയിച്ചു കൊണ്ടിരിക്കുന്നവർ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് തീർത്ഥമാണ്, പുണ്യതീർത്ഥമാണ്, പുണ്യനദിയാണ്. ആ തീർത്ഥത്തിൽ ഏതൊരാളാണോ വന്ന് ചേരുന്നത്, മുങ്ങി പോകുന്നത്, അവരെല്ലാം പരിശുദ്ധമാക്കപ്പെടും. തീർത്ഥപാദനായ ശ്രീഹരിയുടെ പാദപങ്കജങ്ങളെ സർവദാ സമാശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഭവാന്മാരെ പോലെയുള്ള മഹാത്മാക്കൾ. ഇവര് സർവദാ എല്ലായ്പ്പോഴും ആ ഭഗവാന്റെ പാദപത്മങ്ങളെ സമാശ്രയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ പാദപത്മങ്ങളെ സദാ സമാശ്രയിച്ചു കൊണ്ട് നിത്യവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ്. അതായത് എപ്പോഴും അവയർനെസ്സോടുകൂടിയാണ് എന്തും ചെയ്യുന്നത്. അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭവാന്മാരെ പോലെയുള്ള മഹാപുരുഷന്മാരുടെ കാൽ കഴുകിയ തീർത്ഥജലത്തിന്റെ സ്പർശമേൽക്കാത്തവരുടെ ഭവനങ്ങൾ, അങ്ങേപോലുള്ള നിങ്ങളെ പോലെയുള്ള മഹാപുരുഷന്മാരുടെ കാല് കഴുകിയ തീർത്ഥജലത്തിന്റെ സ്പർശമേൽക്കാത്ത, അങ്ങനെയുള്ളവരുടെ ദർശനമോ സ്പർശനമോ സാമീപ്യമോ ഒന്നും അനുഭവിക്കാത്തവർ, അവരുടെ ഭവനങ്ങൾ മഹാത്മാക്കളുമായിട്ട് സത്തുക്കളുമായിട്ട് സംഘമില്ലാത്തവരുടെ ഭവനങ്ങൾ സമ്പദ് സമൃദ്ധമാണെന്ന് വരികിലും അവ ക്രൂര സർപ്പങ്ങൾ വസിക്കുന്ന വൃക്ഷങ്ങൾക്ക് സമാനമാകുന്നു. അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ എങ്ങോട്ട് വേണം പോകാൻ? സത്തുക്കളുമായിട്ട് വേണം സംഘം നടത്താൻ, സത്തുക്കൾ വസിക്കുന്ന സ്ഥലത്തേക്ക് വേണം പോകാൻ. ദ്വിജശ്രേഷ്ഠരെ, ബാല്യകാലം തൊട്ട് ഇന്ദ്രിയ ജയം നേടിയവരും മോക്ഷേച്ഛ മൂലം നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരുമായ ഭവാന്മാരുടെ ആഗമനം എത്രയും ശോഭനമായിരിക്കുന്നു. ദ്വിജശ്രേഷ്ഠരെ, ഇവര് ദ്വിജരും ബ്രാഹ്മണരും ഒക്കെയാണ്. സദാ സ്വാധ്യായം ചെയ്യുന്നവരും ഈശ്വരനെ അറിഞ്ഞവരുമൊക്കെയാണ്. ദ്വിജശ്രേഷ്ഠരെ, ബാല്യകാലം തൊട്ട് ഇന്ദ്രിയ ജയം നേടിയവരും, ഇന്ദ്രിയങ്ങളെ എല്ലാം അവയർനെസ്സോടുകൂടി പ്രവർത്തിപ്പിക്കുന്നവർ, അതാണ് ഇന്ദ്രിയ ജയം നേടിയവർ. കണ്ണ് കാണുന്നത് എന്താണെന്ന് അറിഞ്ഞ്, കാത് കേൾക്കുന്നത് എന്താണെന്നറിഞ്ഞ്, മറ്റ് ഇന്ദ്രിയങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ദ്രിയ ജയം നേടിയവർ. അങ്ങനെ ഇന്ദ്രിയ ജയം നേടിയവരാണ് ഈ സനകാദികൾ. മോക്ഷേച്ഛ മൂലം നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരും, മോക്ഷേച്ഛ കൊണ്ട് ജനങ്ങളുമായിട്ടുള്ള സംഘം ഇവർ ഒഴിവാക്കി. ജനങ്ങളുമായിട്ട് സംഘം ചെയ്യുമ്പോൾ, ജനസംഘമുണ്ടാകുമ്പോൾ പലതരത്തിലുള്ള ജനങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരും. ആ പലതരത്തിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ എല്ലാം ഗുണവൈഷമ്യങ്ങളുടെ സ്പർശം നമുക്കുണ്ടാകും. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഈ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ഈ ഏറ്റക്കുറച്ചിലുകൾ നമ്മളെ ബാധിക്കും. അത് നമ്മളെ പലതരത്തിൽ വലയ്ക്കും. അപ്പൊ മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവര് ജനങ്ങളുമായിട്ടൊന്നും സംഘമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കും. സംഘം എന്ന് പറഞ്ഞാൽ ഇവരെ ആരും കാണാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത് എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ജനങ്ങളുമായിട്ട് അൺഅറ്റാച്ച്ഡ് ആയവരാണ് ഇവര്. ഇന്ദ്രിയജയം നേടിയവർ അപ്പൊ മോക്ഷത്തിൽ ഇച്ഛിക്കുന്നവര് സാധാരണ ജനങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. മോക്ഷേച്ഛ മൂലം നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരുമായ ഭവാന്മാരുടെ ആഗമനം എത്രയും ശോഭനമായിരിക്കുന്നു. ഇതൊക്കെ ഇവര് ഫോഴ്സ്ഫുള്ളി ഡിറ്റാച്ച്ഡ് ആവുന്നതല്ല. ഇവരുടെ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന ഇച്ഛ മോക്ഷേച്ഛയാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം തീവ്രമാകുമ്പോൾ അതിന് വിരുദ്ധമായതിനെയെല്ലാം സ്വാഭാവികമായിട്ടും അനായാസേനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഇവർക്ക് ജനസംഘം
ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ആൾക്കാർക്ക് ജനങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അത് ഒഴിവാക്കാൻ വലിയ പ്രയാസകരമാണ്. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? മോക്ഷേച്ഛയെ വളർത്തിയാൽ മതി. മോക്ഷേച്ഛയുടെ ദൃഢത അനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം താനെ കുറഞ്ഞ് ഇല്ലാതെയായിക്കൊള്ളും. മോക്ഷേച്ഛ മൂലം നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരുമായ ഭവാന്മാരുടെ ആഗമനം എത്രയും ശോഭനമായിരിക്കുന്നു, ഏറ്റവും മംഗളകരമായിരിക്കുന്നു നിങ്ങളിവിടെ ഇപ്പോൾ വന്നത്. നാഥന്മാരെ, ഇന്ദ്രിയങ്ങൾക്ക് സുഖമേകുന്ന വിഷയലബ്ധി തന്നെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് കരുതുന്ന അറിവില്ലാത്തവരും പൂർവജന്മകൃതങ്ങളായ കർമ്മങ്ങളുടെ ഫലമായി സകല സങ്കടങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള സംസാര സാഗരത്തിൽ വീണ് കിടക്കുന്നവരുമായ ഞങ്ങൾക്ക് എങ്ങനെ കുശലമുണ്ടാകാനാണ്? സാധാരണയായിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് ശ്രേഷ്ഠമായ അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ് ഇദ്ദേഹം അവരോട് ചോദിക്കുന്നത്. ജീവിതത്തിൽ ജീവിതയാത്രാ മധ്യേ കണ്ടുമുട്ടുന്ന മഹാത്മാക്കളോട് വിനയാന്വിതരായിട്ട് തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി സദാ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ ജീവിതത്തെ ധന്യമാക്കും. ഈ ഭാഗം കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.